ഗൈസ്, നമ്മളെല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഉഷാറാണല്ലേ. പക്ഷെ പോകുന്ന കാര്യം വരുമ്പോൾ മിക്ക ആൾക്കാരും ബാക്ക് അടിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പാളിപ്പോയ ട്രിപ്പ് പ്ലാനിങ് കഥകൾ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഇത് സക്സസ് സ്റ്റോറി ആയിരുന്നു. ഞങ്ങൾ പോയത് വേറെ എവിടെയല്ല, ഹോളിസ്റ്റിക്കിലാണ്, പൈതൽ മലയിലുള്ള ഹോളിസ്റ്റിലേക്കാണ് നമ്മൾ പോയത്. അപ്പം പോയപ്പോൾ തന്നെ വളരെ കിടിലം ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ കൂടിയിട്ടാണ് റിസോർട്ടിലേക്ക് പോയത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹട്ടിലാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത് അവർ. പിന്നെ നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പക്ഷേ സ്റ്റേ ചെയ്തില്ല, പക്ഷെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സ്റ്റേ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ കാട്ടിലൂട്ടൊക്കെ ഉള്ള ഒരു നടത്തമൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഇത് കണ്ടോ, ഈ സാധനത്തിൽ വലിഞ്ഞ് കയറുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾ കാണുന്നുണ്ടോ? ആദ്യം എല്ലാവരും ബാക്ക് അടിച്ചായിരുന്നു, കയറുന്നില്ല. പിന്നെ ഓരോ ആൾക്കാർ കയറാൻ തുടങ്ങിയാൽ അവരുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ആൾക്കാർ പോകാൻ തുടങ്ങി. പക്ഷെ ഇത് കണ്ടത്ര ഈസി ആയിരുന്നില്ല ചെയ്യാൻ തുടങ്ങിയപ്പോൾ. കയറിക്കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ ഇറങ്ങുന്നുള്ള അവസ്ഥയായി. അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അധികം തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ സ്ഥലവും വളരെ റിലാക്സ് ചെയ്ത് കാണാനൊക്കെ പറ്റി. കണ്ടു, ഇഷ്ടം പോലെ പെറ്റ്സ് അവരവിടെ വളർത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ടൈം പാസ് ആയിരുന്നു. ചിലതിൻ്റെ പേര് വരെ ഞങ്ങൾക്കറിയില്ല. ഇതിൻ്റെ പേര് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കേക്ക് കണ്ട്, ഇത് അവിടെ തന്നെ അവർ ബേക്ക് ചെയ്യുന്ന കേക്ക്, അത്ര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മഴ വന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്, കാരണം വെയിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ സിപ്പ് ലൈന് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഈ മഴ കാരണം. പക്ഷെ കറക്റ്റ് ആ സമയത്ത് മഴ പോവുകയും ചെയ്തു. സിപ്പ് ലൈനിൽ പെർ പേഴ്സൺ 50 റുപ്പീസാണ് കേട്ടോ. അത് എക്സ്ട്രാ ചാർജ് അങ്ങനെയാണ് വരുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ട്രീ ഹൗസിലേക്കാണ്. അപ്പോൾ ട്രീ ഹൗസിലൊരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. കാരണം പൈതൽ മല തന്നെ അത്യാവശ്യം ഹൈറ്റുള്ള സ്ഥലമാണ്. അവിടുന്നും ഹൈറ്റിലേക്കല്ലേ നമ്മൾ കയറി പോകുന്നത്. സോ ആ ഒരു വ്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർത്തായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു ടെൻറ്റ് കണ്ടോ നിങ്ങൾ, സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. ശരിക്കും സ്റ്റേ ചെയ്യണമായിരുന്നു, ഞങ്ങൾ മിസ് ചെയ്തു അത്. അങ്ങനെ ഞങ്ങൾ വിശന്ന ഒരു അവസ്ഥയായി. കാരണം ഇത്ര ദൂരം നടന്നല്ലോ, ശീലമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോഴാണ് അവർ ഈ ഫുഡ് അങ്ങ് വിളമ്പിയത്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി ഇരുന്ന് ഊഞ്ഞാലാടി റിലാക്സ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് ജീപ്പ് റൈഡിങ്ങിന് പോയാലോ എന്ന്. ആദ്യം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചെങ്കിലും പിന്നെ ഞങ്ങളങ്ങ് പോയി. സംഭവം പോയപ്പോൾ തന്നെ മഴ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ആ മഴ റൈഡിനൊരു വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ചു. പിന്നെ ഇത് തൂക്കുപാലം പോലത്തെ ഒരു പാലാണ്. ഇത് കടന്നിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താമെന്ന് ആൾ പറഞ്ഞത്. ഞങ്ങൾ വേറെ വഴി ഉണ്ടോ എന്നൊരു 100 പ്രാവശ്യം ചോദിച്ചെങ്കിലും ആൾ പറഞ്ഞു ഇല്ല, ഇതിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന്. വെള്ളം നല്ല ഫ്രീസിങ് തണുപ്പായിരുന്നെങ്കിലും ആ വെള്ളത്തിൽ ഇറങ്ങേണ്ട ആ ഒരു ആവേശത്തിൽ അതൊന്നും ഞങ്ങൾക്ക് ബാധിച്ചില്ല. ഇത് കേരള കർണാടക ബോർഡറാണത്രേ ഇത് കാണുന്നത്. പിന്നെ ഐഷുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഐഷുവിന് സർപ്രൈസ് ആയിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഐഷു ഭയങ്കര സർപ്രൈസ്ഡായി. അവൾ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. പിന്നെ അവർ ഞങ്ങളെ കൊണ്ട് റിവ്യൂസൊക്കെ പറയിപ്പിച്ചു. അങ്ങനെ നല്ല റിവ്യൂസൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിനൊക്കെയുള്ള ഒരു ട്രിപ്പ് പ്ലാൻസ് നമ്മൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ ഒരുപാട് മെമ്മറീസാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം അത്രയേ ഉള്ളൂ.